പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടിയിലധികം രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ സ്കൂൾ കെട്ടിടം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിർച്വലായാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് 19ഓളം ക്ലാസ് മുറികൾ ഉൾപ്പെടുത്തിയാണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ പി ഷാജി സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കി വരുന്നത്. സർക്കാർ സ്കൂളുകളെ ജനങ്ങൾ തള്ളിക്കളയുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തു തന്നെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക വിദ്യാലയങ്ങളും വിദ്യാർത്ഥികൾക്ക് സൗകര്യപൂർണമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ചിരുന്നു. സ്മാർട്ട് ക്ലാസ് റൂം എന്ന സംവിധാനം നിലവിൽ വന്നതും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു. പൊതുവിദ്യാലയങ്ങൾക്ക് ഇനി ആയുസ്സില്ലെന്ന് ജനങ്ങൾ വിധിയെഴുതിയ സമയത്തായിരുന്നു കേരളം അന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടത്തി വന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം പരിഗണന നൽകിക്കൊണ്ടു തന്നെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. സാധാരണക്കാരന്റെ മക്കളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളിൽ പഠനം ഉറപ്പുവരുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണ മിഷന്റെ ഭാഗമായി കിഫ്ബി, പ്ലാൻ ഫണ്ട്, മറ്റു ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തി 30 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3.9 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിർച്വലായി നിർവഹിച്ചു. കേരളത്തിലേക്ക് ധാരാളം അതിഥി തൊഴിലാളികൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിഥിത്തൊഴിലാളികൾ ചിലർ കുടുംബത്തോടെയാണ് വരുന്നത്. അവരുടെ ചെറിയ മക്കൾ വിദ്യാഭ്യാസ പ്രായത്തിലുള്ളവരുണ്ട്, വിദ്യാഭ്യാസ പ്രായമാകുന്നവരുണ്ട്. ആ കുട്ടികളെല്ലാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സൗകര്യം ഉപയോഗിക്കുകയാണ്. മികവാർന്ന രീതിയിൽ വിദ്യാഭ്യാസം നടത്താൻ ആ കുട്ടികൾക്ക് കഴിയുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. സംസ്ഥാനത്താകമാനം 3 കോടി കിഫ്ബി ധനസഹായത്തോടെ 8 സ്കൂൾ കെട്ടിടങ്ങളും 1 കോടി കിഫ്ബി ധനസഹായത്തോടെ 12 സ്കൂൾ കെട്ടിടങ്ങളും പ്ലാൻ ഫണ്ടും മറ്റു ഫണ്ടുകളും പ്രയോജനപ്പെടുത്തി 10 സ്കൂൾ കെട്ടിടങ്ങളുമാണ് നാടിന് സമർപ്പിച്ചത്. പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം GHSൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ശിലാഫലകം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി അനാച്ഛാദനം ചെയ്തു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മികച്ച നിലയിലുള്ള ഈ സ്കൂൾ കെട്ടിടം ഒരു പ്രചോദനമാകുമെന്നതിൽ സംശയമില്ലെന്നും വിദ്യാർത്ഥികൾ പഠനത്തിനായി പൊതുവിദ്യാലയങ്ങളെ ആശ്രയിക്കുമ്പോൾ വിദ്യാലയങ്ങളിൽ അതിനനുയോജ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് അതിൻ്റെ പുരോഗതി കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കടന്നു വരുന്ന കാലമാണ്. ഒരുപാട് കുട്ടികൾ പഠനത്തിനായി പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാണുമ്പോൾ ഗവൺമെൻറ് സ്കൂളുകൾ അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലാസ് മുറികൾ. ഇപ്പോൾ 19 ക്ലാസ് മുറികളാണ് 3 കോടി 90 ലക്ഷം രൂപയ്ക്ക് കിഫ്ബി ഫണ്ട് അനുവദിച്ച് നൽകിയിട്ടുള്ള ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി നമുക്ക് ലഭ്യമാണ്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിലെ മുഴുവൻ പഠനത്തിനായി എത്തുന്ന ഗേൾസ് സ്കൂളിലേക്ക് പഠനത്തിനായി എത്തുന്ന കുട്ടികൾക്കൊക്കെ ഏറെ പ്രചോദനമാവും. അവർക്ക് ഒരുപാട് ഗുണപരമാകുന്ന രീതിയിലേക്ക് ഈ കെട്ടിടം മാറുമെന്ന്. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ CM ലത റിപ്പോർട്ട് അവതരണം നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ A നസീറ ടീച്ചർ, സ്കൂൾ PTA പ്രസിഡന്റ് കിനാദിൽ സാലിഹ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ്, മുഹമ്മദ് ഹനീഫ, ഷാൻസി നന്ദകുമാർ, K ഉണ്ണികൃഷ്ണൻ, മൻസൂർ നച്ചിയിൽ, കൗൺസിലർ ഹുസൈന നാസർ, മലപ്പുറം RDD ഡോക്ടർ PM അനിൽ, VHSE AD ലിസി TC, മലപ്പുറം DEO ഗീതാകുമാരി K, പെരിന്തൽമണ്ണ AEO KT കുഞ്ഞിമൊയ്തു, വിദ്യാകിരണ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, BPC സുനിൽകുമാർ MP,
CPIM പ്രതിനിധി ഇ രാജേഷ്, കോൺഗ്രസ് പ്രതിനിധി MM സക്കീർ ഹുസൈൻ, മുസ്ലിം ലീഗ് പ്രതിനിധി AK നാസർ, VHSC പ്രിൻസിപ്പൽ MB രാജീവ് ബോസ്, MSc വൈസ് ചെയർമാൻ പ്രജിത K, MBTA പ്രസിഡന്റ് C ആബിദ, ഹെഡ്മിസ്ട്രസ് TK കുൻസു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.